എത്ര പ്രവർത്തിക്കുന്നവളാണ് ഞാൻ. മറ്റുള്ളവർ സ്ത്രീകളെക്കാൾ എത്രയോ ഉയർന്ന പടിയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നിട്ടുള്ള അഹന്തയോടുകൂടിയുള്ള ആ ചിന്തയാണ് ഒന്നാമത്തെ പ്രശ്നം. ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന പല സ്ത്രീകളെക്കാളും പല വ്യക്തികളെക്കാളും എത്ര വ്യത്യസ്തമുള്ളവൾ, എത്ര പണമുള്ളവൾ, എത്ര ജ്ഞാനമുള്ളവൾ, എത്ര പഠിപ്പുള്ളവൾ എന്ന് വേണ്ട 100-101 ചിന്തകൾ ഇങ്ങനെ ഹൃദയത്തിൽ വന്നുകൊണ്ടിരിക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ അത് ഉപേക്ഷിക്കുക. സാധാരണ ഹൃദയത്തിൽ കടന്നു വരുന്ന അഹന്തയുടെ ചിന്തകൾ, അഹംഭാവത്തിൻ്റെ ചിന്തകൾ, അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. ഒന്നാമത്തെ അറ നാം വെട്ടിമാറ്റിക്കളഞ്ഞു. രണ്ടാമത്തെ അറയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുചെല്ലുകയാണ്. രണ്ടാമത്തെ അറയിൽ ഇങ്ങനെ ഉണ്ട്. എനിക്ക് എന്നെപ്പറ്റി ഒത്തിരി ധാരണകളുണ്ട്. പക്ഷേ അതിനേക്കാൾ ധാരണ എൻ്റെ ചുറ്റുപാടിലുള്ളവർക്കുണ്ട്. എൻ്റെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുവാൻ, എൻ്റെ നല്ല കാര്യങ്ങൾ മാത്രം ഞാൻ പുറത്തുവിടുന്ന സ്വഭാവമുള്ളവളായതുകൊണ്ട് അത് മാത്രം ഞാൻ മറ്റുള്ളവരറിയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വീക്ക്നെസ്സിൻ്റെ ഒറ്റ ഭാഗം പോലും ഞാൻ പുറമേ കാണിക്കുകയില്ല. എൻ്റെ രഹസ്യ ജീവിതത്തിൽ നിമിഷം തോറും ദിനം തോറും ആഴ്ച തോറും കൂട്ടി വയ്ക്കുന്ന എത്രയോ ബലഹീനതകൾ, എത്രയോ പ്രശ്നങ്ങൾ, എത്രയോ ദുഷ്ടചിന്തകൾ, എത്രയോ ദുഷ്ടപ്രവർത്തികൾ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കണിയൊരുക്കുകയും ചെയ്ത് ഹൃദയത്തെ ഇങ്ങനെ കഠിനമാക്കി, അതേ സമയം തന്നെ ഹൃദയം കഠിനപ്പെടുമ്പോൾ പുറമേ ഒരു നല്ല സ്ത്രീയായി അഭിനയിച്ച് നടക്കുന്ന പല സ്ത്രീകളെയും കാണാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഇടയ്ക്കിടെ അത് വന്നെന്ന് വരാം. ഹൃദയത്തിൻ്റെ രണ്ടാമത്തെ അറയിൽ നിന്ന് വെട്ടിമാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. ഹൃദയത്തിൽ നിന്ന് ദുഷ്ടചിന്തകൾ, അഭിനയ സ്വഭാവങ്ങൾ വെട്ടിമാറ്റിയേ മതിയാകുകയുള്ളൂ. രണ്ടാമത്തെ അറയും ദൈവം മാറ്റിക്കളഞ്ഞു. 1ഉം 2ഉം അറകൾ ശൂന്യത്തിലിരിക്കുകയാണ്. മൂന്നാമത്തെ അറയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ആ അറയിൽ ഇപ്രകാരമുണ്ട്. ഒരു പക്ഷേ ഞാനും നിങ്ങളും നമ്മൾ പലരും അക്കൂട്ടത്തിലായിരിക്കാം. എനിക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. ഞാൻ ദിനംതോറും അതെല്ലാം ദൈവസന്നിധിയിൽ പറഞ്ഞ് പശ്ചാത്തപിച്ച് ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ദിനംതോറും ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നു. 50-50. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്, അതും ചെയ്യും ഇതും ചെയ്യും. ഓക്കെ, പൊത്തുവരുത്ത ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും. ജീവിതമല്ലേ, ലൈഫ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂട്ടിച്ചേർന്നതാണ്. ഏതാണ്ട് പ്രശ്നക്കാരിയൊന്നുമല്ല, ഒരു പ്രശ്നക്കാരിയുമല്ല. ഓക്കെ, നല്ലൊരു സർട്ടിഫിക്കറ്റ് സമൂഹത്തിൽ ഓക്കെ അടിച്ച് കിട്ടും. സമൂഹത്തിൻ്റെ ഓക്കെ അടിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് അല്ല ഇന്ന് നമുക്ക് വേണ്ടത്. 10% വീക്ക്നെസ് ഉണ്ടെങ്കിൽ, 60% വീക്ക്നെസ് ഉണ്ടെങ്കിൽ, 90% വീക്ക്നെസ് ഉണ്ടെങ്കിൽ പോട്ടെ, 0.01% വീക്ക്നെസ് ഉണ്ടെങ്കിൽ ദൈവമേ എന്നിൽ നിന്ന് അത് തുടച്ചു മാറ്റിക്കളയുക, കർത്താവേ എന്നിൽ നിന്ന് അത് എടുത്ത് മാറ്റിക്കളയുക എന്ന് രാവിലെ സമയത്ത് പ്രാർത്ഥിക്കാം. എന്നിലെ സകല അശുദ്ധിയെയും
ഹൃദയത്തിൻ്റെ അറയിലുള്ള മൂന്നാമത്തെ അറയിൽ നിന്ന്, മനസ്സിൻ്റെ അറയിൽ നിന്ന് വീക്ക്നെസ്സിനെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഉപദേശിക്കുകയാണ്. നാലാമത്തെ അറയിലേക്ക് വരിക. 3 അറകൾ കർത്താവ് വെട്ടി മാറ്റി കഴിഞ്ഞു. നാലാമത്തെ അറയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. ഹൃദയത്തിൻ്റെ നാലാമത്തെ അറ എന്ന് പറയുന്നത് 2 തരത്തിൽ അതിനെ ചിത്രീകരിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്ക് നല്ലതും ചീത്തയും ഒന്നും അറിയത്തില്ല, ഞാനൊരു പൊട്ടിയാണ്, ഞാനൊരു ഒന്നും അറിയാത്തവളാണ്, ചിന്തിക്കുവാൻ കഴിവില്ലാത്തവളാണ്, അവിവേകം വന്നു പോകാം, സംസാരശേഷി ഇല്ലാത്തവളാണ്, എൻ്റെ കഴിവുകൾ എനിക്ക് നൽകിത്തരണമേ എന്ന് പറയുന്ന ഒരു മനസ്സുള്ള ഹൃദയം. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആ ഹൃദയത്തിൻ്റെ നാലാമത്തെ അറയിൽ ഏതോ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് ഒരു സെൻസേഷൻ, ഒരു ഇമ്പൾസ് ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. നിനക്ക് ആ കഴിവുണ്ട്, നിനക്ക് ആത്മീയമായി പ്രാർത്ഥിക്കുന്ന കഴിവുണ്ട്, നീ ദൈവശബ്ദം കേൾക്കുന്നവളാണ്, നിൻ്റെ കഴിവുകളെ ഞാൻ നിനക്ക്, ആ ടാലൻറ്റുകളെ ഞാൻ നിനക്ക് അത്ഭുതമായിട്ട് പ്രവർത്തിക്കുവാൻ ഞാൻ നിനക്ക് ഒരുക്കിത്തരാം എന്ന് പറയുന്ന ചില ഇമ്പൾസസ്, സെൻസേഷൻസ് ഹൃദയത്തിൽ നമുക്ക് വന്നിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ ഇമ്പൾസസ് ഇങ്ങ് വന്നുകൊണ്ടിരിക്കത്തില്ലേ? എന്നാൽ പൊതുവായിട്ട് ഈ നാലാമത്തെ അറയും പ്രവർത്തനശൂന്യമായി, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ചില സെൻസേഷൻസ് മാത്രമായി വാടി തളർന്ന് ഉണരുവാൻ സാധിക്കാത്ത വിധത്തിൽ കഷ്ടിച്ച് ജീവന് വേണ്ടിയുള്ള ചെറിയൊരു ഓക്സിജൻ കൊടുത്ത് മാറ്റിക്കൊണ്ടു പോകുന്ന ജീവിതങ്ങൾ ഇന്ന് സുലഭമായിട്ട് കാണാൻ സാധിക്കും. ഈ 4 അറകളെയും കർത്താവ് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തൊടുമാറാകട്ടെ. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ അറകളിലേക്ക്, അതിൻ്റെ എല്ലാ കോണുകളിലും ചെന്നിട്ട് ഒരു ശൂന്യത, ദൈവമേ എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ ശൂന്യതയെ ദൈവം മാറ്റിത്തരണം, എൻ്റെ ശൂന്യതയിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കണം, എനിക്ക് ശക്തി തരണം, ദൈവപ്രവർത്തിക്കായി, ദൈവത്തിൻ്റെ ശക്തിക്കായി അത് ഉണർത്തിത്തരുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോൾസ് ഡോക്ട്രിൻസ് ആണ് പിന്നെ ഉള്ളത്. അതൊന്നും ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. ദൈവജനത്തിൽ എന്തെല്ലാം ഫോൾസ് ഡോക്ട്രിൻസ് ഉണ്ട്, ഇതൊന്നും പറയുവാനുള്ള വലിയ ശക്തിയൊന്നും എനിക്കില്ല. എന്നാൽ ദൈവവചനത്തിലുള്ള ഫോൾസ് ഡോക്ട്രിൻസിനെ ചുരന്നെടുത്ത് കുത്തിയെടുത്ത് പറയുവാനുള്ളതല്ല നമ്മുടെ ജീവിതം. ദൈവവചനത്തിൽ എന്തെല്ലാം തെറ്റുകളുണ്ട്, ദൈവം തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, തെറ്റായിട്ട് അതിനെ ചിത്രീകരിക്കുവാനുള്ള ചില മനസ്സുകൾ, അതങ്ങനെയോ എന്ന് സംശയാസ്പദമായി നോക്കുവാനുള്ള ചില ചിന്താശകലങ്ങൾ, അതൊക്കെ ഒന്ന് മാറ്റി നല്ലതന്നെ ഗ്രഹിപ്പിക്കണമേ, നല്ലതന്നെ ഗ്രഹിപ്പിക്കണമേ, നല്ലതന്നെ കേൾപ്പിക്കണമേ, നല്ലതന്നെ തൊടണമേ, നല്ലതന്നെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ള 3 ഫാക്ടേഴ്സ്, സേഫ്റ്റി ഫാക്ടേഴ്സ്, റെസിസ്റ്റൻസ് ഫാക്ടേഴ്സ് ആൻഡ് സോഷ്യൽ ഈവിൾസ്, ഇത് 3 കൂടെ ചേർത്ത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് നിർത്തട്ടെ ആ ഭാഗം. സ്ത്രീകൾക്ക് രാത്രിയൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പകൽ സഞ്ചരിക്കാനേ ബുദ്ധിമുട്ടാണ്. ആരുടെയും പ്രൊട്ടക്ഷനോടുകൂടി, എസ്കോർട്ടോടുകൂടി പോലും സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അല്ലേ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന കാര്യം.
വിശ്വാസികളായ ദൈവം തൊടുന്ന സ്ത്രീകൾക്ക് എനിക്ക് തോന്നുന്നു ദൈവം കൂടെ ഉണ്ടെന്നുള്ള വലിയ ആ വിശ്വാസമുണ്ടെങ്കിൽ തനിയെ സഞ്ചരിക്കുവാൻ വലിയ ക്ലേശമൊന്നുമില്ല. ധാരാളം ഒറ്റയ്ക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ധാരാളം രാത്രികൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. ഇന്ത്യയുടെ മിക്ക സ്റ്റേറ്റിലും ഗ്രാമത്തിൻ്റെ അങ്ങേ അറ്റത്തെ കോണിലും പ്രശ്നങ്ങളുടെ നടുക്കയത്തിലും രാത്രി മുഴുക്കൻ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഒരു ദോഷവും തട്ടാതെ, ഒരു പോറലും തട്ടാതെ ദൈവം എന്നെ സൂക്ഷിച്ചെന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രശ്നക്കാരുടെ നടുവിൽ എന്നെ ഇരുത്തിയിട്ടുണ്ട്. ഒറ്റ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ വല്ലാതെ എന്നെ ഭാരപ്പെടുത്തുന്നു. 1989 എനിക്ക് ചണ്ഡീഗറിലേക്ക് പോകേണ്ട ഒരു വലിയ അത്യാവശ്യം ഒഫീഷ്യലായിട്ട് വന്നു. 1989 ഒഫീഷ്യലായിട്ടാണ് പോകേണ്ടത്. ട്രെയിനിനാണ് പോകുന്നതെന്ന് ഡൽഹി ചെന്നു. ഡൽഹിയിൽ നിന്ന് കൽക്ക മെയിലിൽ എനിക്ക് കയറണം. രാത്രി 12:30 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. ഞാൻ അവിടെ ചെന്നിരുന്നു. ചെന്നിരുന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ടെററിസം വളരെ മൂർച്ചയായിട്ട് വളരെ വളരെ ശക്തി പ്രാപിച്ച ഒരു സമയമാണ്. ചണ്ഡീഗർ മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. രാത്രിയിൽ ആരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നില്ല. എനിക്ക് അല്പം ഹിന്ദിയൊക്കെ അറിയാം, പിടിച്ചു നിൽക്കാൻ അറിയാം. ഒരു പോലീസുകാരൻ വന്നിട്ട് ഞാൻ ട്രെയിനിൽ കയറിയപ്പോഴേ ചോദിച്ചു, എങ്ങോട്ട് പോവുകയാണ്? ഏതാണ്ട് 3:30-4 മണിക്കാണ് ചണ്ഡീഗറിൽ അവിടെ നിന്ന് എത്തുന്നത്. ഞാൻ കയറി ഇരുന്നപ്പം മുതൽ പോലീസുകാരെന്നെ നിരന്തരം ശല്യം ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ കമ്പാർട്ട്മെൻറ്റിൽ കൂടെ അകത്ത് വെസ്റ്റിബ്യൂളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഏതെങ്കിലും ഒരു സ്ത്രീ ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. പല കമ്പാർട്ട്മെൻറ്റിലും നോക്കി, ആരെയും കണ്ടില്ല. എനിക്ക് വളരെ ഭയമായി. അവസാനം ഈ മനുഷ്യൻ 2-3 പേരെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിക്കോണം. 2 മണിയായി. എനിക്ക് ദൈവം ഒരു വലിയൊരു ധൈര്യം തന്നു. ദൈവമേ, ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. ഒരു സ്ത്രീയെ എനിക്ക് സ്റ്റേഷനിൽ കാണണം. ഒരു സ്ത്രീ എവിടുന്നെങ്കിലും കയറിയെങ്കിൽ മതിയെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഒരു സർദാർജി, ഒരു ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 പൊടിക്കുഞ്ഞുങ്ങളുമായിട്ട് കയറി. ഞാനിത് പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. ആ കുഞ്ഞ് പനിയുടെ മൂർച്ഛത കാരണം കരഞ്ഞ് അതിൻ്റെ ജീവൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരു സമയമായിരുന്നു. ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കയറിയപ്പോഴേ ഞാൻ അടുത്തങ്ങ് ചെന്നു. ഞാനിങ്ങനെ സ്റ്റേഷനിലോട്ട് എത്തി നോക്കുകയാണ്, ആരെങ്കിലും കയറുന്നോ എന്ന്. ആ സ്ത്രീയെ കയറിയ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഞാൻ അകത്തൂടെ ഇങ്ങനെ പോയി. ചെന്ന് കയറി. എനിക്കറിയാവുന്ന കൊച്ചു നേഴ്സിംഗ് കെയർ, കോൾഡ് കോംപ്രസ് അത് ചെയ്തു, ഇത് ചെയ്ത് പറഞ്ഞു കൊടുത്തു. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരൻ അങ്ങ് മനം മാറി. പിന്നെ ഒറ്റ കാര്യം എന്നോട് മിണ്ടിയില്ല. ഇറങ്ങാനും പറഞ്ഞില്ല, പോകാനും പറഞ്ഞില്ല, നിൽക്കാനും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ചണ്ഡീഗഡ് സ്റ്റേഷനിലെത്തി. ഞാൻ വിചാരിച്ചു എന്നെ റിസീവ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ അവിടെ പ്ലക്കാർഡും ഒക്കെ ആയിട്ട് വരുമെന്ന്. അവിടെ ചെന്നപ്പം എന്നെ നേരെ പോലീസ് എസ്കോർട്ടോടുകൂടി സ്റ്റേഷൻ മാസ്റ്റർ റൂമിൽ ചെന്നിട്ട് പരിശോധന അങ്ങ് തുടങ്ങി. എന്തോ ടെററിസ്റ്റ് ഒരു സ്ത്രീ ഇറങ്ങി വന്നിരിക്കുകയാണ്, ഇവിടെ എന്തോ പ്രശ്നക്കാരി ഒരാൾ വന്നിരിക്കുകയാണെന്നുള്ള ധാരണയിൽ ഒരു 2 മണിക്കൂർ എന്നെ വളരെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് വന്നവർ അവിടെയെല്ലാം പരസ്യം ചെയ്തു. അപ്പോഴാണ് എനിക്കൊന്നാമത് അവരുടെ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല.
അവസാനം ഞാൻ പറയട്ടെ, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു. ഒരു വലിയ അത്ഭുതം ഞാൻ കണ്ടവിടെ. നേരം വെളുത്ത് 4:30 വന്നു, 5:45, 6 മണിയായപ്പോഴാകുന്നത് വരെ എന്നെ വല്ലാതെ ഒരു പരിശോധനയിൽ കൂടി അവർ കടത്തിവിട്ടു. എങ്കിലും ചോദ്യം ചെയ്യലിൻ്റെ അവസാനം എനിക്ക് ലഭിച്ചത് വരുന്ന 3-4 ദിവസം അവിടെ സഞ്ചരിക്കുവാനുള്ള, എവിടെ പോകണോ അവിടെ എല്ലാം പോകാനുള്ള പോലീസ് എസ്കോർട്ട് എനിക്ക് ലഭിച്ചു. ഒരു 4 മണിക്കൂർ കഷ്ടത, പീഡനം അനുഭവിച്ചെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം എന്നെ സംരക്ഷിച്ചു. ഞാൻ എങ്ങനെ പോകുമെന്ന് ഞാൻ ഓർത്തതാണ്. പക്ഷെ ദൈവം എന്നെ അത്ഭുതകരമായിട്ട് ആ 3 ദിവസം രാത്രിയോ പകലോ ഒക്കെ പോകുവാൻ സൗകര്യങ്ങളെ ഒരുക്കി. ഞാൻ എൻ്റെ ഒരൊറ്റ അനുഭവം മാത്രമാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ധാരാളം ഉണ്ടാകാം. പ്രത്യേകിച്ച് ദൂരെയൊക്കെ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഈ സോഷ്യൽ ഈവിൾസ്, റെസിസ്റ്റൻസ്, സേഫ്റ്റി, ഇതെല്ലാം ഇതിനകത്ത് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അടുത്ത സ്ലൈഡ്സിലേക്ക് പോകാം. ചാലഞ്ചസ്, വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് മുഖവരിയായിട്ട് പല കാര്യങ്ങളും കേൾക്കാൻ സാധിച്ചു. ഏതാണ്ട് 5 വെല്ലുവിളികളെ മാത്രം ഞാനൊന്ന് പേര് പറഞ്ഞവിടെ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. 5 വെല്ലുവിളികൾ സ്ത്രീകൾ നേരിടുന്നത് പ്രത്യേകമായിട്ട് എടുത്തു പറയുവാൻ. പേര് മാത്രമേ പറയുന്നുള്ളൂ. വെല്ലുവിളികൾ, ചാലഞ്ചസ് റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ. ഈ ലോകത്തിൻ്റെ മോഹങ്ങൾ, കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇത് 3 കൂടെ ചേർന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെയാണ്. ഇതിൽ നിന്നൊരു മോചനം വേണം. ഇതിൽ നിന്ന് നല്ലൊരു മോചനം വേണം. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ വെല്ലുവിളികൾ നേരിടുകയാണ്. രണ്ടാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു വെല്ലുവിളി. ചാലഞ്ചസ് കൺസേണിങ് ഫെയ്ത്ത്. വിശ്വാസത്തിൽ ചില ലൂസ്നെസ്, ലീക്കേജ്, വിശ്വാസത്തിലുള്ള ലീക്കേജ്, ലൂസ്നെസ്, അതൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യണം, ഉറപ്പിക്കണം. വാക്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ ലൂസ്നെസ്, ലീക്കേജ് ടൈറ്റൻ ചെയ്യണം. മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ചലഞ്ചസ് കൺസേണിങ് വിൽ. മനസ്സിൻ്റെ വെല്ലുവിളി. മനസ്സിൻ്റെ വെല്ലുവിളി ഞാൻ പറഞ്ഞല്ലോ, മനസ്സ്, ഹൃദയം, 4 അറയും കൂടെ ചേർത്ത് ഇങ്ങനെ നിരന്തരം നമ്മെ ബുദ്ധിമുട്ടിക്കുക. അത് ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, നമ്മളെ വലിക്കുന്ന കുറേ ശക്തികളുണ്ട്. ആ ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ കടിഞ്ഞാൺ മേളിൽ നിന്ന് നമുക്ക് ലഭിക്കണം. മുകളിൽ നിന്നൊരു വലിയ കടിഞ്ഞാൺ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു കെട്ടിയാൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹൃദയത്തിനെ, മനസ്സിനെ പിടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സൊന്ന് രൂപാന്തരപ്പെട്ട് ഒരു പാഷനിലേക്ക്, ഒരു മനസ്താപത്തിലേക്ക്, ഒരു വിശാലതയിലേക്ക്, സമൂഹത്തെ നന്നായിട്ട് കാണുവാൻ, ഗ്രഹിക്കുവാൻ, മനസ്സലിയുവാൻ, അനുതാപപ്പെടുവാൻ, പ്രാർത്ഥിക്കുവാൻ, സമയം കണ്ടെത്തുവാൻ മനസ്സിനെ ദൈവം ഒരുക്കും. നാലാമത്തെ എന്ന് പറയുന്നത് ചലഞ്ചസ് കൺസേണിങ് ഡൗട്ട്സ് ആൻഡ് ഗൈഡൻസ്. 2 കാര്യമാണ് ഒന്നിച്ച് വരുന്നത്. സംശയ വിചാരങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. റോമാലേഖനം 14-ാം അധ്യായം എടുക്കുമ്പോൾ
സംശയ വിചാരങ്ങൾ. എന്തെല്ലാം സംശയങ്ങളാണ്! കാണുന്നതെല്ലാം സംശയം. ഒരാളൊരു കാര്യം ചെയ്താൽ അത് സംശയം, ഒരു കാര്യം പറഞ്ഞാൽ അത് സംശയം, കേട്ടാൽ സംശയം. എന്തെല്ലാം തോന്നലുകളാണ്! ഇത് ഭയങ്കര ഒരു ഈവിൾ സ്പിരിറ്റാണ്. നല്ലതായിട്ട് കാണുവാൻ മനസ്സിലില്ല. എന്ത് കണ്ടാലും അതിൻ്റെ കുറ്റം, അതിൻ്റെ വീക്ക്നെസ്, അത് കണ്ടെത്താൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. സംശയം ഒരു രോഗം തന്നെയാണ്. ഈ സംശയ രോഗങ്ങളിൽ നിന്ന് പകൽ വിടുതലുണ്ടാകണം. സംശയങ്ങളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ വലിയ ശക്തി പ്രവർത്തിക്കണം. അവിടെയാണ് ഈ ഗൈഡൻസ് എന്ന് പറയുന്നത്. സംശയവും ഗൈഡൻസും കൂടെ, ഈ സംശയങ്ങൾ വരുമ്പം ഒരു വശത്തൂടെ നമുക്ക് ഈ ഗൈഡൻസ് വരും. അത് ശരിയാ, നീ വിചാരിച്ചത് ശരിയാ, എനിക്കത് പണ്ടേ തോന്നിയതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഗൈഡ്സ്. തോന്നലുകളൊക്കെ കറക്റ്റാണ്. ഈ തോന്നലുകളെയൊക്കെ കറക്റ്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയല്ല, ദുഷ്ടശക്തിയാണ്, ദുഷ്ടാത്മശക്തിയാണ്. നീക്കിക്കളയണം. അതിനെ വെല്ലുവിളിയോടുകൂടെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഇന്ന് പകൽക്കാലം നമുക്ക് ലഭിക്കണം. 5ാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് കോൺകറിങ് ദ ടെംപ്റ്റേഷൻസ്, ലസ്റ്റ് ആൻഡ് ഫെയിലിയർ. ലസ്റ്റും അതിൻ്റെ വിശേഷപ്പെട്ട കാര്യങ്ങളും ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ടെംപ്റ്റേഷൻസ്, എത്ര ആവേശകരമായ മോഹങ്ങളാണ്! സ്വപ്ന ലോകത്തിൽ കൂടെയാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ചില പ്രായത്തിൽ അത് നോർമലാണെന്നൊക്കെ സൈക്കോളജിസ്റ്റ് പറഞ്ഞു തന്നിരിക്കാം. ഡേ ഡ്രീമിങ് നോർമലാണെന്ന് പറയാം. എന്നാൽ പകൽ മുഴുവൻ ഡേ ഡ്രീമിങ് നടത്തുന്ന ആളുകൾ നോർമലാണോ അല്ലയോ എന്ന് നാം ചിന്തിക്കണം. രാത്രിയിൽ മുഴുവൻ ഡേ ഡ്രീമിങ് കാണുന്നത്, സ്വപ്ന ലോകത്തിൽ കൂടെ ജീവിക്കുന്നത് അവസാനിപ്പിക്കണം. സ്വപ്നലോകത്തിൽ ജീവിക്കേണ്ടവരല്ല നാം സ്വപ്നം കാണേണ്ടത് ദൈവരാജ്യത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയുമാണ്. ദൈവരാജ്യത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും സ്വപ്നം കാണുന്നവർക്ക് മാത്രമേ വെല്ലുവിളികൾ നേരിടുവാനുള്ള ശക്തി ലഭിക്കത്തുള്ളൂ. ദൈവരാജ്യം ദർശിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ 5 വെല്ലുവിളികൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെപ്പറ്റി ധാരാളം സംശയങ്ങൾ പിന്നീട് വരും. ഈ സംശയങ്ങൾ എനിക്ക് മാറ്റാനുള്ള, അത് ക്ലിയർ ചെയ്യാനുള്ള ശക്തി എനിക്കില്ല. പക്ഷേ നമ്മെ ഓരോരുത്തരെയും ആ വെല്ലുവിളികൾ ഫേസ് ചെയ്യുവാനുള്ള വലിയ ശക്തി ദൈവം നമുക്ക് തരും. അടുത്ത സ്ലൈഡ്സിലേക്ക് പോകാം. There are some queries to be answered. ചില ചോദ്യങ്ങൾ, ഈ വെല്ലുവിളികൾ പറഞ്ഞു കഴിയുമ്പോൾ ചില സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരാം. അതിൽ 2-3 എണ്ണം വളരെ സിമ്പിളായിട്ടുള്ള, ലളിതമായിട്ടുള്ള ചില ക്വറീസാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. കരിയർ വേഴ്സസ് ഫുൾ ടൈം മോം, ഫുൾ ടൈം കരിയർ വേഴ്സസ് ഫ്രീഡം ഫോർ മിനിസ്ട്രി, how your time, your home and your creativity could make God's business proper. വിശകലനം ചെയ്യുന്നില്ല. അടുത്ത സ്ലൈഡിൽ ഇപ്പോൾ കൊറീസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ തൽക്കാലം. ഈ കൊറീസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചില ഫെമിനൈൻ നേച്ചറുണ്ട്. ഒരു സ്ത്രീയാണെങ്കിൽ ദൈവജനം തന്നെ പറയും നമ്മൾ ബലഹീന പാത്രമാണെന്ന്. പക്ഷെ നമ്മൾ ചിലപ്പോൾ സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ.
ചില കാര്യങ്ങൾ നമ്മൾ വീക്കാണ്. എത്ര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ചില കാര്യങ്ങൾ വീക്കാണ്, ബലഹീനരാണ്. ചിലത് പ്രവർത്തിക്കാൻ നമുക്ക് വീക്ക്നെസ് ഉണ്ട്. ഒരു വലിയ പെട്ടി എടുത്ത് വെച്ചേ, നമ്മൾ വീക്കാണ്, അവിടെ തീർന്നു പോകും. ഒരു പ്രശ്നം വരട്ടെ, രണ്ടുപേരെ ഒരുമിച്ച് നിർത്തിയാൽ ആരാണ് വീക്ക് ആരാണ് സ്ട്രോങ് എന്നുള്ളത് എടുത്ത് പറയാൻ പറ്റും. ഫെമിനൈനായിട്ടുള്ള ചില നേച്ചർ ദൈവം സൃഷ്ടിച്ചപ്പോഴേ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടേതായിട്ടുള്ള ആ ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ അക്സെപ്റ്റ് ചെയ്യണം. ചില ഫിസിയോളജിക്കൽ ബലഹീനതകൾ അക്സെപ്റ്റ് ചെയ്യണം. ചില സൈക്കോളജിക്കൽ ബലഹീനതകൾ, ഫെമിനൈനായിട്ടുള്ള ചില സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ നേച്ചർ ദൈവം മനുഷ്യനിൽ അങ്ങനെ, സ്ത്രീയിൽ അങ്ങനെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. അതില്ലെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതിനുവേണ്ടി ആ വീക്ക്നെസ്സിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യുവാൻ ദൈവം പുരുഷന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മേക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ വീക്ക്നെസ്സൊക്കെ അവരങ്ങ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പറയാൻ കഴിവ് കുറവാണെങ്കിൽ അവർ പറഞ്ഞോളും, ചെയ്യാൻ കഴിവാണെങ്കിൽ അവരതങ്ങ് ചെയ്തോളും. ദൈവം അതൊക്കെ നേരത്തെ കണ്ടു. സൃഷ്ടിപ്പിന് മുന്നമേ ആദ്യം അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. നമ്മുടെ ഫെമിനൈൻ നേച്ചറിനെ അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഈ ഫെമിനൈൻ നേച്ചർ കൊണ്ട് നമുക്ക് ചില ഗുണങ്ങളുമുണ്ട്. എത്ര കാര്യങ്ങളിൽ നിന്ന് റിലീഫുണ്ട്. എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാതെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. എത്ര ബദ്ധപ്പാടിൽ നിന്ന് നമുക്ക് വിടുതലുണ്ട്. അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തിന് ഇതെല്ലാം അറിയാം. അതറിഞ്ഞിട്ടാണ്, അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് ദൈവം സ്ത്രീയെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. സ്ത്രീക്കെന്നാൽ ഇത് കൂടാതെ അവർക്ക് ചില ലൈഫ് സ്റ്റൈൽ, ചില സാക്രിഫൈസ്, കുറച്ച് സഫറിങ്. അപ്പോൾ ഇതൊക്കെ തന്നേക്കുന്നത് എന്തിനാ? ഈ കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ക്ലേശങ്ങളും കുറേ ലൈഫ് സ്റ്റൈലും ഒക്കെ തന്നത്. ലൈഫ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ കുറേ ലൈഫ് സ്റ്റൈൽ, നടക്കുമ്പോൾ കുറേ ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയിൽ തന്നെ കുറേ രീതികൾ, വ്യത്യാസങ്ങൾ, കുറേ ത്യാഗ മനോഭാവം, കുറേ ക്ലേശങ്ങൾ ഒക്കെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്ന് വിട്ടിരിക്കുകയാണ്. ദൈവം അതെല്ലാം അറിഞ്ഞ് സൃഷ്ടിച്ച് ഇതൊക്കെ ഫേസ് ചെയ്യുവാൻ പറ്റുമെന്ന് അറിഞ്ഞിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. അടുത്ത നെക്സ്റ്റ് സ്ലൈഡ്. ഇവിടെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ ഫാമിലി ലൈഫിൽ വരുമ്പം ഒരു സ്ത്രീക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടത്. ആ സിറ്റുവേഷൻസിലെ ചിലത് മാത്രം ഞാനിവിടെ നിന്ന് എടുത്ത് കാണിക്കുകയാണ്. ഒരു സ്ത്രീ വിവാഹം കഴിച്ചവളാണെങ്കിൽ ഭർത്താവിനോടൊത്ത് ജീവിക്കേണ്ടവളാണെങ്കിൽ വിവാഹത്തിന് ശേഷമല്ല അത് ചിന്തിക്കേണ്ടത്. വിവാഹം കഴിക്കാത്തവർ ഇവിടെ സഹോദരിമാരുണ്ട്. ഇപ്പോഴേ പ്രാർത്ഥിച്ചോ. നല്ല ഭർത്താവിനെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നവർ ധാരാളം കാണും. പ്രാർത്ഥിക്കണം, മുട്ട നിൽക്കണം. വിവാഹം കഴിക്കാത്ത സഹോദരന്മാർ മുട്ട നിന്ന് പ്രാർത്ഥിക്കണം. അമ്മമാർ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. നല്ല കുടുംബജീവിതം, ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതം, ഒരു മിഷണറി കുടുംബജീവിതമെങ്കിൽ അങ്ങനെ ലോകം പറയും ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയാൽ മതിയെന്ന്. ഇതൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല. വിവാഹത്തിൻ്റെ വേദികളിൽ നല്ല ഉപദേശമാണ് കിട്ടുന്നത്. ഇഞ്ചക്ഷൻസ് അങ്ങ് നേരെ ഹാർട്ടിലോട്ടാണ് ചെല്ലുന്നത്.
റീറ്റെയിൻ ചെയ്യുമോ? ഇപ്പോഴേ പ്രാർത്ഥിച്ചോ, ഇപ്പോഴേ പ്രാർത്ഥിച്ചോളണം. വിവാഹം കഴിച്ച സ്ത്രീകൾ, വൈഫാണെങ്കിൽ, ഭാര്യയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഭാര്യയാണ് 31 വർഷമായി വിവാഹം കഴിച്ചിട്ട്, വിവാഹത്തിന് മുന്നേ എനിക്ക് എൻ്റെ ഭർത്താവിനെ നന്നായിട്ട് അറിയാം, എന്നെ നല്ലതുപോലെ അറിയാം, വളരെ നന്നായിട്ടറിയാം. ഒരു ചർച്ചിൽ വളർന്നു, അടുത്തടുത്ത് താമസിച്ചു, വളരെ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഞാനും മനസ്സിലാക്കി. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയത് എത്രയോ വ്യത്യസ്തപ്പെട്ട കാര്യങ്ങളാണ്. ദൂരെ നിന്ന് അറിയുന്നത് പോലെയല്ല വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നതും ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നതും രണ്ടുപേരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതും സാധാരണക്കാർക്ക് പറ്റാത്ത ഒരു കുടുംബജീവിതം വിശ്വാസികളായ ദൈവമക്കൾക്ക് സാധിക്കണം. ഫാമിലിയിലെ സിറ്റുവേഷൻസ്, ഈ അമ്മമാരെന്ന് പറയുന്ന ഒരു ഭാര്യയാണെങ്കിൽ അധികം താമസിയാതെ അമ്മയാകും, അമ്മയാണെങ്കിൽ അധികം താമസിയാതെ അമ്മാവിയമ്മയാകും, മരുമകളാകും, വല്യമ്മച്ചയാകും. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. ഇതൊക്കെ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസാണ്. ഇപ്പം എൻ്റെ രണ്ടാമത്തെ മകൾ പ്രസവിച്ച് 3 മാസമേ ആയുള്ളൂ. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല, ഒരു സങ്കടവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. എത്രയോ സന്തോഷമാണെന്നറിയോ ഉറക്കളച്ചിരിക്കുന്നത്. പണ്ട് ഉറക്കളയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതൊക്കെ എന്ന് പറയുന്നത് സന്തോഷം കൂടെയാണ്. ദൈവം നമുക്ക് ധൈര്യം തരും. ഇതൊക്കെ ഫേസ് ചെയ്യാൻ ഫാമിലിയിലെ ഓരോ ചെറിയ സിറ്റുവേഷൻസ്, ഒരു അതിഥി വരുമ്പോൾ, അതിഥി സൽക്കാരം, എന്തോ ടെൻഷനാ. ഞാൻ വിചാരിക്കുമായിരുന്നു മോളിക്ക്, ആ കുടുംബത്തിന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാർക്കും എങ്ങനെ സാധിക്കുന്നു? അതിഥി സൽക്കാരം എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വാസികളായിട്ടുള്ള സഹോദരിമാർക്ക് ദൈവം തന്ന ഒരു ദാനമാണ്. സൽക്കരിച്ചേ പറ്റൂ. സൽക്കാരം ആഹാരത്തിൻ്റെ സൽക്കാരമല്ല, പണത്തിൻ്റെ സൽക്കാരമല്ല. ഒരു ദൈവീക ബന്ധം അവിടെ പുനഃസ്ഥാപിക്കണം, ഉറപ്പിക്കുന്ന ഒരു ബന്ധം നമ്മുടെ അതിഥി സൽക്കാരങ്ങളിലെല്ലാം ഉണ്ടാകണം. ദൈവമായിട്ട് 1 ഇഞ്ചും കൂടെ അടുപ്പിക്കുവാൻ നമ്മുടെ അതിഥി സൽക്കാരങ്ങളിൽ സാധിക്കണം. പ്രാർത്ഥനയിലൂടെ, ചിന്തയിലൂടെ, സംസാരത്തിലൂടെ എല്ലാം ആ ചിന്ത വർദ്ധിപ്പിക്കണം. ഞാനതിൽ വിടുകയാണ്. With children, with husband and children, grandchild, parents, co-workers, with church and society. വിവിധ ഏജുകളിലുള്ള പ്രായക്കാർക്ക് വേണ്ടി അവരുടെ എല്ലാം നടുവിൽ ഒരു പ്രത്യേക വിശിഷ്ട സ്വഭാവം ലഭിക്കണമേ എന്ന് ഇവിടെ ഇരുന്ന് ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്കൊരു വിശിഷ്ട സ്വഭാവം തരണം, എൻ്റെ ചില സ്വഭാവങ്ങൾ ഇന്ന് മാറ്റിയെടുക്കണം. ദൈവം എൻ്റെ ആ സ്വഭാവത്തെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് ഒന്ന് റിഫൈൻ ചെയ്യണം. ഇന്നിവിടെ ഇരുന്നുണ്ട്, ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു റിഫൈൻ ചെയ്ത ഒരു സ്വഭാവം എനിക്ക് ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നെക്സ്റ്റ് സ്ലൈഡ്. ഫെമിനൈൻ ഇഷ്യൂസിൻ്റെ 3-4 കാര്യങ്ങളിലൂടെ ഇവിടെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജെൻഡർ, സ്ത്രീ പുരുഷൻ, ജെൻഡർ ഡിഫറൻസ്. കാഴ്ചയിൽ ഡിഫറൻസ് ഉണ്ട്, അത് നമുക്കെല്ലാം അറിയാം. സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, ശക്തിയിൽ വ്യത്യാസമുണ്ട്, പ്രവൃത്തിയിൽ വ്യത്യാസമുണ്ട്, ചിന്തയിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഒരുപോലെയുള്ള ചില കാര്യങ്ങളുമുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ചിരിക്കുവാൻ സാധിക്കണം. ഞാൻ സെപ്പറേറ്റ് ചെയ്ത് സഹോദരിമാരുടെ കോൺഫറൻസ്, സഹോദരിമാരുടെ ജീവിതം, സഹോദരിമാരുടെ പ്രാർത്ഥന, അതൊക്കെ വളരെ നല്ലതാണ്, വളരെ വളരെ നല്ലതാണ്. എന്നാൽ നമ്മുടെ മേധാവിത്വം നമ്മളിലാകാൻ പാടില്ല. ഈ സമയത്ത് ഞാനത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മേധാവിത്വം നമ്മിലല്ല. നമുക്ക് പറയാം, പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം.
നമുക്ക് മുട്ടയിൽ നിൽക്കാം, പക്ഷെ മേധാവിത്വം ദൈവത്തിന് കൊടുത്തേ പറ്റുള്ളൂ. ദൈവത്തിന് കൊടുത്തേ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ നമ്മെ ആക്കിയിരിക്കുന്നെങ്കിൽ നമ്മുടെ മേധാവിത്വം വഹിക്കുവാൻ ദൈവം പുരുഷന്മാരെയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തിട്ട് മാത്രമേ നമുക്ക് സ്ഥാനം തന്നിട്ടുള്ളൂ. ഡിസ്ക്രിമിനേഷൻ, ഇൻഫ്ലുവൻസ് ബൈ മീഡിയ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്രിട്ടിസിസം, ഇത് മൂന്നും മീഡിയയുടെ ഇൻഫ്ലുവൻസ്. ഈ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇൻ്റർനെറ്റ്, പരസ്യങ്ങൾ, മാസികകൾ,